ഗൈസ് ഒരു സംഭവമുണ്ട്. ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിഞ്ഞില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ആദ്യം കുറച്ചേ ഉള്ളായിരുന്നു, ബട്ട് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോണിക് ഐറ്റംസിനും ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ടേംസിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് റീപ്ലേസ്മെൻറ്റ് ഒൺലി ത്രൂ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ബ്രാൻഡ് റീപ്ലേസ്മെൻറ്റ് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സോ ഞാനിത് ആമസോണിലുള്ള ഒരു കോൺടാക്ട് ചെയ്ത് അപ്പോൾ ഒരു മോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ, അതിന് എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ആമസോൺ അത് ടേക്ക് കെയർ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ആമസോണിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ നീ ഒരു ഉറപ്പ് വാങ്ങുക. എന്നിട്ട് ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ചാറ്റിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് ഇമെയിൽ ചെയ്യാൻ പറയുക. അങ്ങനെ എന്തെങ്കിലും വാങ്ങി വെച്ചിട്ട് ഈ സാധനം വാങ്ങുക. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാലും നിങ്ങൾക്ക് അത് പിന്നീട് അവരുടെ അടുത്ത് പറഞ്ഞ് ഒന്ന് ക്ലെയിം ചെയ്യാനോ മറ്റൊക്കെ പറ്റും. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ സർവീസ് സെൻ്ററൊക്കെ ഒരുപാട് ദൂരത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസോ കാര്യങ്ങളോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുക, കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആവും. സോ അത് ശ്രദ്ധിച്ചോളാം.